നമസ്കാരം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ തരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വ്യക്തമായ വിജയം ഉറപ്പിച്ചുവെങ്കിലും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ മേഖലകളിൽ ജമാഅത്തെ ഇസ്ലാമി നിർണായകമായ വിജയങ്ങൾ സ്വന്തമാക്കിയത് ദക്ഷിണേഷ്യൻ സുരക്ഷാ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭാരതവുമായി 4000 കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ബംഗ്ലാദേശിലെ ഓരോ രാഷ്ട്രീയ ചലനവും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്നവയാണ്. പ്രത്യേകിച്ച് തീവ്ര നിലപാടുകളുള്ള സംഘടനകൾക്ക് അതിർത്തി ജില്ലകളിൽ ലഭിച്ച ജനപിന്തുണയും ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അവിടെ ലഭിക്കാനിടയുള്ള താവളങ്ങളും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ അതീവ ജാഗ്രതയിലേക്ക് നയിക്കുന്നു. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തികളിൽ നുഴഞ്ഞുകയറ്റ ഭീഷണി വർദ്ധിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിനോട് ചേർന്ന് നിൽക്കുന്ന സത്ഖിര പോലെയുള്ള ജില്ലകളിൽ ജമാഅത്തെ ഇസ്ലാമി നേടിയ സമ്പൂർണ്ണ വിജയം സുരക്ഷാ ഏജൻസികൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. നദികളും ചതുപ്പ് നിലങ്ങളും നിറഞ്ഞ ഈ മേഖലകളിൽ ഫലപ്രദമായ വേലി നിർമ്മാണം ഇന്നും പൂർണ്ണമല്ലാത്തത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വലിയ സൗകര്യമൊരുക്കുന്നു. മുൻകാലങ്ങളിൽ BNP ജമാഅത്തെ ഇസ്ലാമി സഖ്യം അധികാരത്തിലിരുന്നപ്പോഴൊക്കെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും കന്നുകാലി കടത്തലും ആയുധക്കടത്തും വർദ്ധിച്ചിരുന്ന ചരിത്രം ഇന്ത്യക്ക് മുന്നിലുണ്ട്. രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉണ്ടാകാമെന്ന് ഇൻ്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക ഭീകരവാദ ഗ്രൂപ്പുകളുടെ പുനരുജ്ജീവനമായിരിക്കും. ലഷ്കർ-ഇ-തൊയ്ബ, ഹർകത്തുൽ ജിഹാദ് അൽ ഇസ്ലാമി തുടങ്ങിയ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സിൽഹെറ്റ് പോലെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ അടുത്തിടെ നടന്ന ചില രഹസ്യ യോഗങ്ങൾ ഇതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ഇത്തരം ഗ്രൂപ്പുകൾക്ക് പ്രാദേശിക രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നത് വഴി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്ഥിരതയുണ്ടാക്കാൻ അവർക്ക് എളുപ്പം സാധിക്കും. സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കുവാനും ആയുധങ്ങൾ അതിർത്തി വഴി കടത്തി ഇന്ത്യയിലേക്ക് എത്തിക്കുവാനും ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം തീവ്രവാദികൾക്ക് മറയാകുമെന്ന് നിരീക്ഷകർ കരുതുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലനിന്നിരുന്ന ശക്തമായ സുരക്ഷാ സഹകരണം ഈ മാറ്റത്തോടെ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. ഭീകരവാദികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു അന്നത്തെ ഷെയ്ഖ് ഹസീന സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പുതിയ സർക്കാരിൻ്റെ കീഴിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾക്ക് ഭരണത്തിൽ സ്വാധീനമുണ്ടായാൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ബംഗ്ലാദേശ് മണ്ണിൽ സുരക്ഷിത താവളങ്ങൾ ലഭിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിമത ഗ്രൂപ്പുകൾക്ക് ബംഗ്ലാദേശ് നൽകിയിരുന്ന പിന്തുണ മുൻ സർക്കാർ അവസാനിപ്പിച്ചിരുന്നു. ഇത് വീണ്ടും ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സമാധാനത്തിന് വലിയ ഭീഷണിയാകും. മാറുന്ന ഈ സാഹചര്യത്തിൽ BSF അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നദികൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റം തടയുവാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നയതന്ത്ര തലത്തിൽ BNP സർക്കാരുമായി ചർച്ചകൾ നടത്തി സുരക്ഷാ ഏകോപനം ഉറപ്പാക്കുക എന്നതാണ് മറ്റൊരു പോംവഴി. അയൽ രാജ്യത്തെ ജനാധിപത്യപരമായ ഭരണമാറ്റത്തെ സ്വാഗതം ചെയ്യുമ്പോഴും ഭാരതത്തിൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒരു പ്രവർത്തനവും അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. സുരക്ഷാ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസം നിലനിർത്തുന്നത് ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് അത്യന്താപേക്ഷിതമായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഇവിടുത്തെ TV ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.